വെൽക്കം ബാക്ക് ടു എ ടു സെഡ് ആക്ടിവിറ്റീസ് സോൺ. ഇന്ന് നമ്മളിവിടെ വന്നിരിക്കുന്നത് പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറയുന്ന ഗ്രാമർ പാർട്ടുമായിട്ടാണ്. അപ്പം നമ്മൾ ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുൻപായിട്ട് തന്നെ ടീച്ചറിൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പം നമുക്ക് ക്ലാസ്സിലൊന്ന് നോക്കിയാലോ. എന്താണ് പാർട്സ് ഓഫ് സ്പീച്ച്? ആദ്യമായിട്ട് തന്നെ എന്താണ് പാർട്സ് ഓഫ് സ്പീച്ച് നമുക്കൊന്ന് പരിശോധിക്കാം. ഇവിടെ അതിൻ്റെ ഒരു നിർവചനം കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്: സെൻറ്റൻസ് ഈസ് മെയ്ഡ് ഓഫ് വേർഡ്സ്. Every word has its own functions in a sentences. So, words are divided into 8 kinds or classes according to their usage or functions in a sentences. They are called parts of speech. ഇവിടെ പറഞ്ഞിരിക്കുന്നത് സെൻറ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? വേർഡ്സുകളുടെ, വാക്കുകളുടെ കൂട്ടത്തെയാണ് നമ്മൾ സെൻറ്റൻസ് എന്ന് പറയുന്നത്. അപ്പം വെറുതെ നമ്മൾ കുറച്ച് വാക്കുകൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ എന്താവില്ല, അത് അർത്ഥമുള്ളൊരു സെൻറ്റൻസ് ആയിട്ട് നമുക്കതിനെ മാറ്റാനായിട്ട് സാധിക്കില്ല. അപ്പം അർത്ഥമുള്ള ഒരു സെൻറ്റൻസ് നമുക്കുണ്ടാക്കണമെങ്കിൽ എന്ത് വേണം? അർത്ഥമുള്ള വാക്കുകളുടെ കൂട്ടത്തെ നമ്മൾ കൊണ്ടുവരണം. ഇങ്ങനെ അർത്ഥമുള്ള വാക്കുകൾ നമ്മൾ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്തുണ്ടാക്കാൻ പറ്റും? ഒരു നല്ല സെൻറ്റൻസ് രൂപകൽപ്പന ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. ഇങ്ങനെ ഓരോ വേർഡ്സിനും ഇവിടെ നമ്മൾ സെൻറ്റൻസ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിച്ച ഓരോ വാക്കുകൾക്കും എന്തുണ്ട്? ഓരോ ധർമ്മങ്ങളുണ്ട്, അതിൻ്റേതായ ഓരോ പ്രവൃത്തികളുണ്ട്. അതിൻ്റെ ധർമ്മത്തെ അല്ലെങ്കിൽ അതിൻ്റെ പ്രവൃത്തിയെ അനുസരിച്ച് അതിനെ എത്രയായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്? 8 ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. അങ്ങനെ ഈ തരംതിരിച്ചിരിക്കുന്ന 8 എണ്ണത്തിനെ ഒരുമിച്ച് നമ്മൾ പറയുന്ന പേരാണെന്ത്? പാർട്സ് ഓഫ് സ്പീച്ച്. ഏതൊക്കെയാണ് ആ 8 എണ്ണങ്ങൾ? ഇപ്പം നമുക്ക് ഇതിനെ ഓരോന്നായിട്ട് പരിശോധിക്കാം. ഇപ്പം ക്ലാസ്സിലേക്ക് കിടക്കാം. ഏതൊക്കെയാണ്? നൗൺ, പ്രോനൗൺ, adjective, verb. Adverb, preposition, conjunction and interjection. ഏറ്റവും ആദ്യമുള്ള നൗൺ എന്താണെന്ന് നമുക്ക് നോക്കാം. എ നൗൺ ഈസ് ദ നെയിം ഓഫ് എനി പേഴ്സൺ, ആനിമൽ, പ്ലേസ്, തിങ്, ആക്ഷൻ, ക്വാളിറ്റി ആൻഡ് ഫീലിംഗ് എക്സെട്ര. എന്താണ്? സ്ഥലത്തിൻ്റെയോ വ്യക്തികളുടെയോ അതുപോലെ മൃഗങ്ങളുടെയോ ഒക്കെ പേര്, നാമത്തെയാണ് നമ്മൾ എന്തു പറയുന്നത്? നൗൺ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വ്യക്തികളുടെ നാമത്തിന്, പേരിന് ഉദാഹരണം മാൻ, വിമൻ എന്നൊക്കെ നമ്മൾ പൊതുവായിട്ട് പറയും. ഇനി മൃഗങ്ങളിലേക്ക് കിടക്കുകയാണല്ലോ, കൗ, ഡോഗ്, ക്യാറ്റ് എക്സെട്ര. ഇനി സ്ഥലത്തിൻ്റെ പറയുകയാണെങ്കിൽ ഹിമാലയ, പിന്നെ അതർ പ്ലേസസ് നമുക്ക് പറയാം. പിന്നെ ഫീലിങ്സ് പറയുമ്പോഴോ ഫിയർ, ആങ്കർ, സാഡ് എക്സെട്ര. ഇനി എന്താണ് പ്രോനൗൺ എന്ന് നമുക്ക് പരിശോധിക്കാം. എ പ്രോനൗൺ ഈസ് എ വേർഡ് യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് എ നൗൺ. പ്രോനൗൺ എന്ന് പറയുന്നത് നാമത്തിന് പകരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളെയാണ് എന്ത് പറയുന്നത്? പ്രോനൗൺ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം അഞ്ജു ഈസ് എ ഗുഡ് ഗേൾ. അഞ്ജു എന്താണ്? നല്ല ഒരു കുട്ടിയാണ്. അവൾക്ക് പകരമായി അഞ്ജുവിൻ്റെ സ്ഥാനത്ത് ആ പേര് മാറ്റിയിട്ട് അവിടെ നമ്മൾ പ്രോനൗൺ ആയ ഷീ, അവൾക്ക് പകരം ഉപയോഗിക്കുന്ന വാക്ക് ഏതാണ്? ഷീ എന്ന് ഉപയോഗിക്കണം. അപ്പം ഷീ ഈസ് എ ഗുഡ് ഗേൾ. അപ്പോൾ അവളൊരു ഗുഡ് ഗേൾ ആയ നല്ല കുട്ടിയാണ്. അപ്പം നമ്മൾ എന്തുപയോഗിച്ചു? അവിടെ പ്രോനൗൺ ഉപയോഗിച്ചു. മീനു ഈസ് എ ക്ലെവർ ഗേൾ. അപ്പം മീനു എന്നത് നൗൺ ആണ്. ഇവിടെ നമുക്ക് പ്രോനൗൺ ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? മീനുവിൻ്റെ സ്ഥാനത്ത് ഷീ ഈസ് എ ക്ലെവർ ഗേൾ എന്ന് നമ്മൾ കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് പ്രോനൗൺ കിട്ടും. നെക്സ്റ്റ് ഈസ് അഡ്ജക്റ്റീവ്. ആൻ അഡ്ജക്റ്റീവ് ഈസ് എ വേർഡ് വിച്ച് ടെൽസ് ദ കൈൻഡ്, ക്വാളിറ്റി ഓഫ് എ തിങ്സ് ഓർ ദ നമ്പർ ഓഫ് തിങ്സ്. ഗുണങ്ങൾ അല്ലെങ്കിൽ നമ്പറുകളെ കാണിക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ് എന്ത്? അഡ്ജക്റ്റീവ്. ഒറ്റ വാക്കി പറയുകയാണെങ്കിൽ എന്താണ്? നാമത്തിന് വിശേഷണം കൊടുക്കുന്നതാണ് എന്ത്? അഡ്ജക്റ്റീവ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അഡ്ജക്റ്റീവിൻ്റെ 1-2 ഉദാഹരണങ്ങൾ കൂടി നമുക്ക് പരിശോധിക്കാം. ഐ സോ എ വൈറ്റ് ഹോഴ്സ്. ഒരു വെള്ള കുതിരയെ. അപ്പോൾ കുതിരയ്ക്ക് നമ്മൾ വിശേഷണം കൊടുത്തു. എങ്ങനെയുള്ള കുതിരയാണ്? വെളുത്ത കുതിര. നെക്സ്റ്റ് വൺ, ഹീ ഈസ് എ ബ്രേവ് ബോയ്. അവൻ ധൈര്യമുള്ള കുട്ടിയാണ്. ദർ ആർ 10 ബോയ്സ് ഇൻ ദ ക്ലാസ്. 10 കുട്ടികളാണ് ആ ക്ലാസ്സിലുള്ളത്. അപ്പം നമ്മൾ നമ്പേഴ്സിൻ്റെ കാര്യം പറഞ്ഞല്ലോ, തിങ്സ് ഓർ നമ്പേഴ്സ് എന്ന് പറഞ്ഞു. അപ്പോൾ അഡ്ജക്റ്റീവിന് ക്വാളിറ്റിയും കൈൻഡും അതുപോലെ നമ്പേഴ്സിനും പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. എല്ലാ കൂട്ടുകാർക്കും ഇന്നെടുത്ത ഭാഗങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് പഠിക്കാം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ അടുത്ത ഭാഗവുമായിട്ട് വരുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.